ഹായ്. നമ്മുടെ എസ്.എസ്.സി. സി.ജി.എൽ‌ടെ പ്രീവിയസ് ഇയർ പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ ലാസ്റ്റ് സെഷനാണിത് പെർസെന്റേജിന്റെ. നമ്മുടെ ലാസ്റ്റ് സി.ജി.എല്ലിൽ ചോദിച്ചിട്ടുള്ള പെർസെന്റേജിന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഈ ഒരു സെഷനോടെ ചെയ്ത് കഴിയും. അപ്പോൾ ഇതിന് മുമ്പ് ഓൾറെഡി 4 പാർട്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെഷൻസ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് ഒരുമിച്ച് ആ വീഡിയോസ് എല്ലാം തന്നെ കാണാവുന്നതാണ്. അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈസി ക്വസ്റ്റ്യനിൽ നിന്ന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇത് കണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇതുവരെ, ഏതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയും, അതേപോലെ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ കൺസെപ്റ്റ് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നതോറും അത് കൂടുതൽ യൂസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സോ അത് ക്ലിയർലി മനസ്സിലാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പ്രാക്ടീസ് ചെയ്ത് വരാനും വരാതിരിക്കുന്ന സീജണൽ എക്സാമിൽ നല്ലപോലെ അറ്റൻഡ് ചെയ്യാനും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സെഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഇനി മുമ്പോട്ടുള്ള സെഷൻസ് ഒന്നും തന്നെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ SBIയുടെ ക്ലർക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പം SSC സി.ജി.എൽ‌ന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ NTPCയുടെയും ചെയ്യുന്നതായിരിക്കും. ആൻഡ് സി.ജി.എൽ‌ന്റെ എക്സാമിന് ഇനിയും നമുക്ക് ഓൾമോസ്റ്റ് 4-5 മന്ത്സ് ഉണ്ട്. സോ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഇവിടെ തന്നെ ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പെർസെന്റേജിന്റെ റിമൈനിങ് ഇനി കുറച്ച് ക്വസ്റ്റൻസ് കൂടി ഉണ്ട്. അതുകൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മുടെ പെർസെന്റേജ് നമുക്ക് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെഷനിൽ ആദ്യത്തെ ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ട്വൈസ് സക്സസീവ്ലി. The final price is 2,295 and initial price was 1,000. The percentage increment the second time was twice the percentage increment the first time. By what percentage was the price increase the second time എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യമേ ഒരു സാധനത്തിന്റെ വില 1000 ആയിരുന്നു. ഇതിനെ 2 വട്ടം ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. 2 വട്ടം ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,295 ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞൊരു കാര്യം, ആദ്യമേ എന്ത് പെർസെന്റേജ് ആണോ ഇൻക്രീസ് ചെയ്തത് അതിന്റെ ഇരട്ടി പെർസെന്റേജ് ആണ് രണ്ടാമത് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ തവണ 2x ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊത്തം 3x എന്ന് ഒരിക്കലും എടുക്കാൻ പാടില്ല, അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ ആൻസർ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അവിടെ മൊത്തം ഇൻക്രിമെന്റ് എത്ര വന്നത്. നമുക്ക് ഇവിടെ ചുമ്മാ ഇതൊന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 1,295 ആണ് മൊത്തം വന്നിരിക്കുന്ന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇൻക്രിമെന്റ് എത്ര പെർസെന്റേജ് ആണ്, ലൈക്ക് നെറ്റ് ഇൻക്രിമെന്റ് എത്ര ആണ്, മൊത്തം കൂടിയേക്കുന്ന എത്ര ആണ് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ നെറ്റ് ഇൻക്രിമെന്റ് ഒന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ചുമ്മാ ഈ 1,295 ആണ് കൂടിയത്. അത് എവിടെ നിന്നാണ് കൂടിയത്? 1000 നിന്നാണ് കൂടിയത്. എത്ര പെർസെന്റേജ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ഇൻറ്റു 100 എടുത്ത് നമുക്ക് ക്ലിയർലി 129.5 എന്ന് വരും. നമുക്ക് മൊത്തം അവിടെ കൂടിയിരിക്കുന്ന 129.5% ആണ് ഇൻക്രിമെന്റ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ശരിക്കും ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർ കൺവെൻഷണൽ മെത്തേഡൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സക്സസീവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സക്സസീവ് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻക്രിമെന്റ് നോക്കി കഴിഞ്ഞാൽ ആദ്യമേ എക്സ് കൂടി, എന്നിട്ട് പിന്നെ 2x കൂടി, എന്നിട്ട് പിന്നെ നമ്മുടെ സക്സസീവ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു 2x നമുക്കത് 2x² എന്ന് വരും ബൈ 100. നമ്മളിത് സോൾവ് ചെയ്ത എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 2x കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. സോ അതൊരു ഇച്ചിരി കാൽക്കുലേറ്റീവ് ആയിരിക്കും. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏത് ഓപ്ഷനാണ് ഈ റേഞ്ചിലേക്ക് ആൻസർ വരാൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 35 എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 35ന്റെ പകുതി 17.5. ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 17.5 35 കൂടി ഇൻക്രിമെന്റ് ചെയ്യുമ്പം നമുക്ക് ഈ റേഞ്ചിലേക്ക് വരണം. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ 35 പകുതി 17.5 കൂടി ആഡ് ചെയ്താലേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 52.5 ഒക്കെ അല്ലേ വരുന്നുള്ളൂ. ഈ റേഞ്ചിലേക്ക് പോവുക 129.5. അതിന്റെ സക്സസീവ് കൂടി എടുത്താൽ കുറച്ചുകൂടി വലുതാവും. പക്ഷെ വലുതായാലും എത്ര വലുതാവുമായിരിക്കും? ഈ റേഞ്ച് വരെ പോവോ? ഒരിക്കലും ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാളും ഇരട്ടി കൂടുതലല്ല ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. സോ ആ റേഞ്ചിലേക്ക് ഒരിക്കലും പോകത്തില്ല. 35 പോലും ആ റേഞ്ചിലേക്ക് പോകത്തില്ലെങ്കിൽ 25 ഒട്ടും പോകത്തില്ലല്ലോ. പിന്നെ 2 പോസിബിലിറ്റി ഉള്ളൂ, 70ഉം 65ഉം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 70ന്റെ പകുതി 35ഉം ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 35 ആണെങ്കിൽ നമ്മുടെ 2x എന്ന് പറയുന്നത് ആ ക്വസ്റ്റിനിൽ ചോദിച്ചാൽ 2x കണ്ടുപിടിക്കണം. സോ 70 ആണെങ്കിൽ 35 + 70 + 35 × 70/100 ഒന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്ത് നോക്കി. അത് എക്സാക്ട്ലി ചെയ്യാൻ പോലും നിൽക്കേണ്ട. നിങ്ങൾക്ക് അതിന്റെ അടുത്ത് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പ്രോപ്പർലി ചെയ്തു പോവാം. 105 പ്ലസ് നമ്മൾ ഇവിടെ നിന്ന് ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിനെ 5 വെച്ചോടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 എന്ന് വരും, ഇവിടെ 7 വരും. 7 × 7 49. 49ന്റെ പകുതി 24.5 എന്ന് വരും. നമ്മൾ ഇത് ആഡ് ചെയ്ത കറക്റ്റ് എത്ര വരുന്നുണ്ട്? 129.5. ആ മേളിൽ കിട്ടിയ അതേ വാല്യൂ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ആ 70% ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ അതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ പോലും, നമ്മൾ എക്സാക്ട്ലി ചെയ്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ആൻസർ ഏകദേശം ആ റേഞ്ചിൽ വരുന്നുണ്ടോ എന്നൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, R targets to score 85% marks in exams. He scores 450 marks and misses the target by 35%.
ഹൗ മച്ച് ഇൻക്രിമെന്റ് ഇൻ പെർസെൻറ്റേജ് ഷുഡ് ബി ദർ ഇൻ ഹിസ് സ്കോർഡ് മാർക്സ് ടു മീറ്റ് ദി ടാർഗറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ഒരാൾക്ക് 85% മാർക്ക് വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം. 85% മാർക്ക് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ആൻഡ് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ആൾക്ക് കിട്ടണമെങ്കിൽ ആൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം? 85% വാങ്ങണമെന്നാണ് ആഗ്രഹം. ഹി സ്കോർസ് 450 മാർക്സ് ആൻഡ് മിസ്സസ് ദ ടാർഗറ്റ് ബൈ 35% എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്ക് 35% കുറച്ചേ കിട്ടുന്നുള്ളൂ. 35% കുറച്ചേ കിട്ടുന്നുള്ളെങ്കിൽ ആൾക്ക് ശരിക്കും കിട്ടുന്ന എത്ര? ആ 85 നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ 35% കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് ശരിക്കും കിട്ടുന്ന 50% കിട്ടുന്നുള്ളൂ. ആൻഡ് ഈ 50% കിട്ടുമ്പോൾ ആൾക്ക് ശരിക്കും കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 450 മാർക്സ് ആണ് ആൾക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ആ മാർക്കിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാർക്കില്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ 450 മാർക്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ 50% കിട്ടുന്നുള്ളൂ. ഇനി ആൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, എത്ര പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എത്ര കിട്ടിയോളൂ? 50 കിട്ടിയോളൂ. ഇപ്പൊ ഉള്ളതിൽ നിന്ന് എത്ര ഇൻക്രിമെന്റ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എത്ര ഇൻക്രിമെന്റ് വേണം? 35 കൂടിയല്ല ഇൻക്രിമെന്റ് വേണ്ടിയേ. 85 എത്തണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ 50 35. അപ്പൊ ആൻസർ ഒരിക്കലും കയറി 35 മാർക്കില്ല. ഓപ്ഷനിൽ നോക്കിയാൽ 35 കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും 35 മാർക്കില്ല. ഓക്കെ, 50 35 ആഡ് ചെയ്ത് 85 ആവും. പക്ഷേ എത്ര പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഉള്ളതിൽ നിന്ന് ഇൻക്രീസ്. ഓക്കെ, അപ്പൊ ഉള്ളതിൽ നിന്ന് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 50 ഉള്ളൂ. 50 35 കൂടണമെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത് എത്ര പെർസെൻറ്റേജ്. 70% ഇൻക്രിമെന്റ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ പറഞ്ഞിരിക്കുന്ന പോലെ 85%ലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ എന്തിന്റെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് മായ്ച്ചു കളയാം. നമുക്ക് ഇവിടെ ഈ പറയുന്ന 450 മാർക്സിന്റെയോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ വെറും തന്നേക്കുന്ന വാല്യൂസ് വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ 85 ആഗ്രഹിച്ച ആൾക്ക് 50 കിട്ടിയുള്ളൂ. 35% കുറച്ച്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ആ 35 കൂടി കൂടണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൂടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 50 35 കൂടേണ്ടത്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാം. ഇൻറ്റു 100 കൂടി. സോ 70% ആണ് കൂടേണ്ടത്. ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇലക്ഷന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടു കഴിഞ്ഞു. ഇലക്ഷന്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ്, പി റിസീവ്ഡ് 42% of the valid votes and Q won by 45,360 votes. 20% people did not cast their vote. If 10% of the votes cast were found invalid, what is the total number of votes registered in the poll booth? മൊത്തം വോട്ടേഴ്സ് എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. അതെ, മൊത്തം വോട്ടേഴ്സ്. ഈ വോട്ടേഴ്സ് എത്ര എന്ന് ചോദിക്കുന്നതിനെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, പോൾ ബൂത്തിൽ എത്ര വോട്ട് രജിസ്റ്റർ ചെയ്തു എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര വോട്ട് ചെയ്തു എന്നല്ല, എത്ര രജിസ്റ്റർ ചെയ്തു പോൾ ബൂത്തിൽ. ഓക്കെ, അപ്പൊ അവിടെയും ഈ പറയുന്ന എത്ര വോട്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ കാര്യത്തിന് പല രീതിയിലാണ് ഓരോ ക്വസ്റ്റൻസിലും ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആവില്ല. മിക്കവാറും ക്വസ്റ്റൻസിലെല്ലാം തന്നെ ചോദിച്ചേക്കുന്നത് ഈ വോട്ടേഴ്സ് എത്ര ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. വോട്ട് എത്ര ചെയ്തു എന്നുള്ളതല്ല ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് 10% of the votes cast were invalid. 10% ഇൻവാലിഡ് ആണെങ്കിൽ അവിടുത്തെ വാലിഡ് വോട്ട് എത്ര ആയിരിക്കും? 90% ആയിരിക്കത്തില്ല വാലിഡ് വോട്ട്. ഇനി വേറെ എന്താ പറഞ്ഞേക്കുന്നത്? 20% പീപ്പിൾ ഡു നോട്ട് കാസ്റ്റ് ദർ വോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്തവര്, വോട്ടഡ് എന്ന് പറയുന്ന എത്ര പെർസെൻറ്റേജ്? 20% ആൾക്കാർ വോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കി 80% ആൾക്കാരാണ് വോട്ട് ചെയ്തേക്കുന്നത്. ഇനി പി റിസീവ്ഡ് 42% ഓഫ് ദ വാലിഡ് വോട്ട്സ്. പിക്ക് കിട്ടിയത് 42% ഓഫ് വാലിഡ് വോട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ക്യൂക്ക് കിട്ടിയത് എത്ര ആയിരിക്കണം? 58% ഓഫ് വാലിഡ് ആയിരിക്കത്തില്ലേ? ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ക്യൂ വൺ ബൈ 45,360 വോട്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യൂ വൺ ചെയ്തത് ഇത്രയും വോട്ട്സിന് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ആ മാർജിൻ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യൂ ജയിച്ചത് ഇത്രയും വോട്ട്സിനാണ് എന്ന്. ക്യൂവിന് കിട്ടിയത് ഇത്രയും വോട്ട്സ് ആണെന്നല്ല, ക്യൂ ജയിച്ചത് ഇത്രയും വോട്ട്സിനാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടുത്തെ മാർജിൻ എത്ര ആണ്? 42 58 എന്ന് പറയുമ്പോൾ 16% ആണ് മാർജിൻ എന്ന് പറയുന്നത്. ആൻഡ് ആ 16% ആണ് അവർ എത്രയും തന്നേക്കുന്നത്? നിങ്ങൾക്ക് ആ 45,360 വോട്ട്സ് എന്ന് തന്നിരിക്കുന്നത്. ഒരിക്കലും 100% കണ്ടുപിടിക്കാൻ ഡയറക്ട്ലി 100 എടുക്കല്, അത് കംപ്ലീറ്റ്ലി തെറ്റായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ വേറെയും കുറെ കൺസെപ്റ്റ് വന്നിട്ടാണ് 16 വരുന്നത്. ഒരിക്കലും നമ്മൾ കയറി ഡയറക്ട്ലി എന്ത് ചെയ്യല്, 16 ആണ് ഇത്രയും, അങ്ങനെയാണെങ്കിൽ 100 എത്രേ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, 100 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എത്ര പേര് വോട്ട് ചെയ്തു എന്നാണ് കിട്ടാൻ പോകുന്നത്. എത്ര പേര് വോട്ട് ചെയ്തു എന്നല്ല, വാലിഡ് വോട്ട് എത്രയാണെന്ന് കിട്ടാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഈ വാലിഡ് വോട്ടിലും വോട്ട് ചെയ്തവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതും കിട്ടിയതിനു ശേഷം പിന്നെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ പറഞ്ഞ മൊത്തം വോട്ടേഴ്സ് എത്ര വോട്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് കുറച്ചധികം കോംപ്ലിക്കേറ്റ് ആവും. സോ അങ്ങനെ എടുക്കാൻ പോവുകയും ചെയ്യില്ല. ഇപ്പൊ ഈ കിട്ടിയ കണ്ടീഷൻ എല്ലാം കൂടി ഒറ്റ ലൈനിൽ എടുക്കുക. നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പൊ മൊത്തം എത്ര വോട്ടേഴ്സ് ഉണ്ട്
അതിൽ 80% ആൾക്കാരാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സിന്റെ 80% ആൾക്കാർ വോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ എന്ത് കിട്ടും? വോട്ട് ചെയ്തവർ എത്രയാണെന്ന് കിട്ടും. ഇനി ഇതിലും റിസൾട്ടിന് വേണ്ടി എന്ത് മാത്രമേ എടുക്കൂ? വാലിഡ് എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാലിഡ് എത്ര? ഇതിന്റെ 90%. സോ ഇൻറ്റു 90%. ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന എന്താ? ഇതിന്റെ 16% എത്രയാണെന്ന് അറിയാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതാണ് 45,360 വോട്ട്സ് നമുക്ക് കൊടുത്തേക്കുന്നത്. സോ ആ സൂഷ്യൽ എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ പെർസെൻറ്റേജും ഇവിടെ നിന്ന് ഈ 2 0 ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 9 ആദ്യം ക്യാൻസൽ ചെയ്യാം. 9 നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കിത് 5 ടൈംസ് 45 പിന്നെ 0. പിന്നെ നമുക്കവിടെ 36 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 4 ടൈംസ് ആൻഡ് 0 എന്ന് വരും. ഇനി നമുക്ക് ഫെർദർ ക്യാൻസലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈവൻ ഐ തിങ്ക് 8 വെച്ചും ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അത് 8 വെച്ചും ക്യാൻസൽ ചെയ്യാം. 8 വെച്ചും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 48 എന്ന് പറയുമ്പോൾ 6 ടൈംസ് വരും. അതിനുശേഷം നമുക്ക് 24 എന്ന് പറയുമ്പോൾ 3 ടൈംസ് വരും. ദെൻ ഒരു 0 കൂടി വരും. സോ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കവിടെ വോട്ടേഴ്സ് ഈക്വൽ ടു നമുക്ക് ആ 630 അവിടെ ഉണ്ട് ഇൻറ്റു ഇവിടെ 2% ബാക്കിയുണ്ട്. സോ 4 0 ബാക്കി വരും. സോ 4 0 ഡിവൈഡഡ് ബൈ നമുക്കിവിടെ ബാക്കിയുള്ളത് ഒരു 16 ബാക്കിയുണ്ട്. 16 എന്ന് പറഞ്ഞാൽ 2/4 ആൻഡ് ഇവിടെ 4 0 ഉണ്ടെങ്കിൽ 4 2 ഉണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ 4 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തായിരിക്കും വരുന്നത്? 5/4 അല്ലേ വരുന്നത്. അപ്പോൾ ആ 5/4 അവിടെ ബാക്കി വരും. അപ്പോൾ 5/4 പിന്നെ ആ ഒരു 630 നമുക്ക് അവിടെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ ബാക്കി ഉണ്ടോ? ഇല്ല, ബാക്കി ഒന്നും ക്യാൻസൽ ചെയ്യാൻ ബാക്കിയില്ല. നമ്മൾ ഇത് താഴെ കൊണ്ടുപോയായിരുന്നു. സോ നമുക്ക് ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 630 ഇൻറ്റു 5/4 എന്ന് പറഞ്ഞാൽ 625. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ വരും. ഇനി ഓപ്ഷൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഈവൻ നമ്പറാണ് ആൻഡ് ഇവിടെ അവസാനം 25. ഈവൻ നമ്പറും അവസാനം 25 ആണെങ്കിൽ നമ്മളിത് ഇപ്പം 2ൽ പോകുന്ന നമ്പർ 4ൽ പോകാത്ത നമ്പർ. നമ്മുടെ 4ന്റെ റിസൾട്ട് നമുക്കറിയാം ലാസ്റ്റ് 2 നമ്പർ 4ൽ പോകുന്നുണ്ടെങ്കിൽ അത് 4ൽ പോകും. പക്ഷേ ഇവിടെ 4ൽ പോകത്തില്ല, 2ൽ പോകും. 2ൽ പോകുന്ന നമ്പർ ആണെങ്കിൽ 2നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം എന്ത് വരണം? 50 വരണം. ഓപ്ഷൻ നോക്കി ഏതാണ് 50 തീരുന്ന ഓപ്ഷൻ? ഈ ലാസ്റ്റ് ഓപ്ഷൻ അല്ല, ഈ ഫസ്റ്റ് ഓപ്ഷനല്ലേ 50 തീരുന്നത്. അങ്ങനെ ആൻസർ എന്ത് വേണം? ആ ഫസ്റ്റ് ഓപ്ഷൻ വരണം. നോക്കി നിങ്ങൾക്ക് അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് കാൽക്കുലേഷനും പിന്നെ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് വെച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 3,93,750 വരും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ അതേ റേഞ്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണെന്ന് അറിയാം. നിങ്ങൾ അവിടെ നോക്കിയാൽ അത് 3 തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ ആ റേഞ്ചിലേക്ക് വരുമെന്ന്. അതിൻ്റെ അവിടെ മൊത്തം 6 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 3 3 6 ഡിജിറ്റ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഡിജിറ്റ് എന്തായാലും വരും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ഉറപ്പിക്കുന്നത്. ഏകദേശം ആൻസർ അതാണ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് യൂസ് ചെയ്യാം, ആൻസറിൻ്റെ റേഞ്ച് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ശരി, അത്യാവശ്യം ഒരു വളരെ വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റിനിലേക്ക് പോകാം. പക്ഷേ അത്രയും ഡിഫിക്കൽട്ട് അല്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എവറി മന്ത് എ മാൻ കൺസ്യൂംസ് 20 kg ഓഫ് റൈസ് ആൻഡ് 8 kg ഓഫ് വീറ്റ്. ദ പ്രൈസ് ഓഫ് റൈസ് ഇസ് 20% ഓഫ് ദി പ്രൈസ് ഓഫ് വീറ്റ്, resulting in a total expenditure of 300 per month for rice and wheat combined. If the price of wheat is increased by 20%, what percentage reduction in rice consumption is needed to maintain the same expenditure of 300? Given that price of rice and consumption of wheat is constant. ഓക്കെ, ഇപ്പം നമുക്ക് അത് പറഞ്ഞ പോലെ തന്നെ എടുക്കാം. ആദ്യമേ അവിടെ റൈസും ഉണ്ട് വീറ്റും ഉണ്ട്. നമുക്ക് രണ്ടും ചുമ്മാ ഒന്ന് എഴുതാം. ഇനി അവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 20 kg റൈസും 8 kg വീറ്റും ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ പറയുന്നത് പ്രൈസ് ഓഫ് റൈസ് ഇസ് 20% ഓഫ് ദി പ്രൈസ് ഓഫ് വീറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം വീറ്റ് 100 ആണെങ്കിൽ നമ്മുടെ റൈസിന്റെ പ്രൈസ് എത്ര ആയിരിക്കും? 20 ആയിരിക്കും. നമ്മുടെ വീറ്റിന്റെ പ്രൈസിന്റെ 20% ഉള്ള റൈസ് എന്ന് പറയുന്നത്. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 20 ആയിരിക്കും. അപ്പോൾ ഈ 20 100 നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 1:5 എന്ന് വരത്തില്ലേ? അപ്പോൾ 1 5 എടുക്കാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ 20% എന്ന് പറയുമ്പോൾ 1/5 100% എന്ന് പറയുമ്പോൾ 5/5. അപ്പോൾ 1 5 അങ്ങനെ എടുക്കാം. ഇനി അങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന്റെ ശരിക്കുള്ള കോസ്റ്റ് എന്താണെന്ന് ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇത് മൊത്തം ഇങ്ങനെ വാങ്ങാൻ 300 രൂപ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം നമുക്ക് വാങ്ങാൻ എത്ര ആവും ചുമ്മാ ചെക്ക് ചെയ്യാം. അപ്പോൾ 1h ഇൻറ്റു നമുക്കത് റേഷ്യോ പോലെ എടുത്തുകൊണ്ടാണ് നമ്മൾ 1h എടുക്കുന്നത്. 1h ഇൻറ്റു 20 കിലോയും പ്ലസ് നമുക്കത് 5h ഇൻറ്റു 8 കിലോയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ 300 വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 20h 5 × 8 നമുക്കത് 40h 20h 40h 60h എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 60h ഈക്വൽ ടു നമുക്കത് 300 എന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് h ഈക്വൽ ടു 5 എന്ന് കിട്ടത്തില്ലേ? എച്ചിന്റെ വാല്യൂ 5 ആണെങ്കിൽ ശരിക്കുള്ള പ്രൈസ് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 1 × 5 1 × 5 5 × 5 ആ എച്ച് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് 5 രൂപയും ഇത് 1 കിലോയുടെ വില 5 രൂപയും ആൻഡ് ഇതിന്റെ 1 കിലോയുടെ വില 5 × 5 25 രൂപയാണ്.
അപ്പോൾ നമുക്ക് എൻ്റെ ശരിക്കുള്ള വില അറിയാം, എത്ര കിലോ വെച്ചാൽ വാങ്ങുന്നതെന്നും അറിയാം. ഇനി എന്താ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ദ പ്രൈസ് ഓഫ് റൈസ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈസിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അതർവൈസ് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് കൺസംഷൻ ഓഫ് വീറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ വില മാറാൻ പാടില്ല. നമുക്കിപ്പം ഈ പ്രൈസ് യൂഷ്വലി നമ്മൾ പ്രൈസ് കുറയ്ക്കാറുണ്ട്, നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടുത്തെ കേസിൽ അവർ പറയുന്നത് ഈ 5 രൂപ മാറത്തില്ല, നമ്മൾ വേണമെങ്കിൽ ഉപയോഗിക്കുന്ന കുറച്ചോണം, അതാണ് ഉദ്ദേശിക്കുന്നത്. 20 കിലോ ഉപയോഗിച്ചില്ല, നമ്മൾ കുറയ്ക്കുന്നെങ്കിൽ 20 കിലോ കുറച്ചോണം. അതിൽ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, കൺസപ്ഷൻ ഓഫ് വീറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് 8 കിലോ ആണ് ഉപയോഗിക്കുന്നത്, ഈ 8 കിലോ ഇതേപോലെ തന്നെ ഉപയോഗിക്കണം. നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന്റെ വില കൂടുകയോ കുറയൊക്കെ ചെയ്യാം, പക്ഷെ ഇവിടെ ഈ 8 കിലോ മാറാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഞാൻ 25 എന്നുള്ളത് മാറാം, പക്ഷേ 8 മാറാൻ പാടില്ല. അതുപോലെ ഇവിടെ വരുമ്പോൾ ആ 20 കിലോ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ കുറച്ച് എനിക്ക് 15 കിലോയോ 10 കിലോയോ ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് 5 രൂപ എന്നുള്ളത് മാറത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റിന് അവസാനം പറഞ്ഞേക്കുന്നത് എന്താ, ഇഫ് ദ പ്രൈസ് ഓഫ് വീറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പൊ നമ്മുടെ ഈ വീറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ അവിടെ വീറ്റിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് അല്ല, അപ്പൊ ഇത് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ 25 രൂപയുള്ള സാധനത്തിന് 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 25ന്റെ 20% എത്ര വരും? 5 വരത്തില്ലേ? ആൻഡ് ഇൻക്രീസ് ആയതുകൊണ്ട് പ്ലസ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ വില എന്തായിരിക്കും? വീറ്റിന്റെ 30 രൂപയായിരിക്കും, 30 റുപ്പീസ് പെർ kg ആയിരിക്കും വില എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇനി പുതിയ വില. ഇനി അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസിന്റെ കൺസപ്ഷൻ എത്ര കുറയ്ക്കണം. ഞാൻ 20 കിലോ അല്ല, എത്ര കുറച്ച് കിലോ കൂടി നമുക്ക് അവിടെ കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ ഇത് മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 300 എന്നുള്ള സംഭവം മാറാൻ പാടില്ല. ആൻഡ് ചോദിക്കുന്നത് എത്ര കുറയ്ക്കണമെന്നല്ല ചോദിക്കുന്നത്, അവിടെ ചോദിക്കുന്നത് എന്താണ്, വാട്ട് പെർസെന്റേജ് റിഡക്ഷൻ എന്നാണ് ചോദിക്കുന്നത്, എത്ര പെർസെന്റേജ് കുറയ്ക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം, എത്ര പെർസെന്റേജ് കുറയ്ക്കണമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പോഴും മൊത്തം 300 അല്ലേ വരാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വീറ്റിൽ മാത്രം എത്ര ചിലവാണെന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. 8 കിലോ അതേപോലെ തന്നെ ഉപയോഗിക്കണം, പക്ഷെ ഇപ്പൊ 30 രൂപ കൊടുത്താണ് അത് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മൊത്തം വീറ്റിന് മാത്രം ചിലവാകുന്ന എത്ര നോക്കാം. അപ്പോൾ 8 × 30 നമ്മൾ നോക്കുവാണെങ്കിൽ 3 × 8 24, 240 റുപ്പീസ് ഇവിടെ ചിലവാകുന്നുണ്ട്, 240 രൂപ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 240 രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇവിടെ റൈസിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലവാക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഇവിടെ ഇത് ഇപ്പോഴും 5 രൂപയാണ്, ഇവിടെ ഒരു വ്യത്യാസമില്ല, 5 രൂപ പെർ kg ആണ് ഇത് ഇപ്പോഴും. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ 240 രൂപയാണെങ്കിൽ നമുക്ക് 300 രൂപ ഉപയോഗിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ഇവിടെ 60 രൂപ ഇനി യൂസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. നമ്മൾ 60 രൂപ കൊടുത്ത് വാങ്ങിച്ചോണം. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ വാങ്ങാം നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കിവിടെ പെർസെന്റേജ് വേരിയേഷനാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ പെർസെന്റേജ് വേരിയേഷൻ ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇത് 60 രൂപ, നമുക്ക് 5 രൂപ വെച്ചാണ് വാങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ 60 രൂപയ്ക്ക് നമുക്ക് 5 കിലോ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വാങ്ങാൻ പറ്റും? നമുക്ക് 12 കിലോ അല്ലേ വാങ്ങാൻ പറ്റത്തുള്ളൂ. 12 കിലോ, ഇനി തൊട്ട് 12 കിലോ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കിലോ കുറയ്ക്കേണ്ടി വരും? 8 കിലോ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 8 കിലോ നമ്മൾ ഈ 20 കിലോയിൽ നിന്ന് കുറച്ച് എത്ര പെർസെന്റേജ് കുറയ്ക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫൈൻ വരും, 8 × 5 40 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 40% കുറയ്ക്കണം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് 12 കിലോയെ ഉപയോഗിക്കാവൂ. ഇൻ കേസ് ക്വസ്റ്റൻ അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ 12 ആൻസർ വന്നേനെ. നമുക്ക് മൊത്തം റൈസിന് വേണ്ടി ഇനി തൊട്ട് ചിലവാക്കാൻ പറ്റുന്ന 60 റുപ്പീസ് ചിലവാക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് അവിടെ ഫുൾ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്ന അനുസരിച്ച് 40% റിഡക്ഷൻ ആണ് നമ്മൾ അതിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 20 കിലോ ഉപയോഗിക്കുന്ന സ്ഥലത്ത് 12 കിലോ ആയിരിക്കും നമ്മൾ ഇനി തൊട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഒരു നല്ല ക്വസ്റ്റ്യൻ, ദ സാലറീസ് ഓഫ് P and Q ടുഗദർ അമൗണ്ട്സ് ടു 9,60,000. അപ്പം 9,60,000 ആണ് നമ്മുടെ പിയും ക്യൂയുടെയും കൂടി ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഇഫ് P and Q സേവ് 64% ആൻഡ് 44%, അപ്പോൾ ഇവിടെ ഒരു സേവിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സേവിങ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിയും ക്യൂ നമ്മൾ റേഷ്യോ പോലെ എടുക്കുന്നില്ല, പക്ഷെ എന്നാലും ആ റേഷ്യോ പോലെ ഒന്ന് എഴുതുവാണെങ്കിൽ സേവ് ചെയ്യുന്ന 64% ആണ് പി ആൻഡ് ക്യൂ സേവ് ചെയ്യുന്ന 44%. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലവാക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് പെർസെന്റേജ് വൈസ് എടുക്കാൻ പറ്റില്ല. എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? 36 സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ 64 സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ 36 ആയിരിക്കും ചിലവാക്കുന്നത്. ആൻഡ് 44 സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ 56 ആയിരിക്കും ചിലവാക്കുന്നത്. ഇനി ക്വസ്റ്റനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇഫ് പീസ് എക്സ്പെൻഡിച്ചർ ഈസ് 1.5 ടൈംസ് ഓഫ് ക്യൂസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. പിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ക്യൂയുടെ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന പിയുടെയും ക്യൂയുടെയും സാലറിയുടെ റേഷ്യോ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 36% ഓഫ് പി അല്ലേ, പിയുടെ മൊത്തം സാലറി പി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 36% ഓഫ് പി ആയിരിക്കുമല്ലോ. ആൻഡ് പിയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പിയുടെ ടോട്ടൽ സാലറിയുടെ പിയുടെ 64% ആയിരിക്കും. അങ്ങനെ ഈ പിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പിയുടെ എക്സ്പെൻഡിച്ചറിനെ എനിക്ക് 36% ഓഫ് പിയുടെ ആക്ച്വൽ ഇൻകം എന്ന് എഴുതിക്കൂടെ? പിയുടെ മൊത്തം ഇൻകത്തിന്റെ 36% അല്ല എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, അതല്ല ഈ പിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയേക്കുന്നത്. ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ക്യൂയുടെ എക്സ്പെൻഡിച്ചർ. ക്യൂയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്
56% ഓഫ് ക്യൂടെ മൊത്തം സാലറി അല്ലേ. ക്യൂടെ മൊത്തം സാലറി ഇൻറ്റു 56 ചെയ്താൽ എന്ത് കിട്ടും? ക്യൂടെ എക്സ്പെൻഡിച്ചർ കിട്ടും. അങ്ങനെയെങ്കിൽ ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ പിയും ക്യൂടെയും റേഷ്യോ കിട്ടത്തില്ല നമുക്ക്. പിയും ക്യൂ അല്ലേ നമ്മൾ ഇൻകം ആയിട്ട് എടുത്തേക്കുന്നത്. സോ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. നമുക്ക് ഇവിടുന്ന് പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം. നമുക്കിതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? നമുക്കിതൊന്ന് അറേഞ്ച് കൂടി ചെയ്യാം. പി ബൈ ക്യൂ ഈക്വൽ ടു നമുക്കത് 1.5 ഇൻറ്റു 56 എന്ന് പറയുമ്പോൾ 56ഉം 56ന്റെ പകുതിയും 56ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കത് 28 എന്ന് വരും. ഇപ്പോൾ 56ഉം 28 കൂടി നമ്മളൊന്ന് ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ 56നെ ഞാൻ എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? എനിക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 9 എന്ന് വരും. ഇത് 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ എനിക്കിത് 14 എന്ന് വരും. അപ്പോൾ 14ഉം 14ന്റെ പകുതി കൂടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എത്ര വരും? 21 വരും. ബൈ നമുക്ക് ആ 9 താഴെ വരും. 2ൽ നിന്ന് 3 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 7/3 എന്ന് വരും. സോ ആൻസർ 7/3 ആണെന്ന് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ഇത്രയും മാത്രമേ എൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാനുള്ളൂ. ഓക്കെ, ആ രണ്ട് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എൻ്റെ ആൻസർ എടുക്കാൻ പറ്റും. നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ലാസ്റ്റ് ഇയർ CGL അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് അഗെയിൻ ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ആയിരുന്നു ചോദിച്ചത് ലാസ്റ്റ് CGL എക്സാമിൽ. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് സോൾവ് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates, why percentage of the voters do not vote? 10% of the votes cast were declared invalid, while all the valid votes were cast in favor of either of the two candidates. The candidate who got 59.375%, okay, rough percentage, of the valid votes cast were declared elected by 2,484 votes. If the number of people eligible to vote in that election was 16,000, what was the value of y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നേക്കുന്നെല്ലാം നമ്മളൊന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഇവിടെ വോട്ടേഴ്സ് തന്നിട്ടുണ്ട്. വോട്ടേഴ്സ് മൊത്തം 16,000 വോട്ടേഴ്സാണ് ഉള്ളത്. പിന്നെ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് the candidate who got 59.375% of the valid votes cast were declared elected by 2,484 votes എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കവിടെ മാർജിൻ പറഞ്ഞിട്ടുണ്ട്. മാർജിൻ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ ജയിച്ച വോട്ടിന്റെ മാർജിൻ 2,484 വോട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് 10% ഓഫ് ദ വോട്ട്സ് വേർ ഡിക്ലെയർഡ് ഇൻവാലിഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാലിഡ് വോട്ട് എന്ന് പറയുന്നത് 90% ഉള്ളൂ. 90% ആണ് വാലിഡ് വോട്ട്. ഇനി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വൈ പെർസെൻറ്റേജ് പീപ്പിൾ വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്ത് എത്ര ആയിരിക്കും? മൊത്തം 100ൽ നിന്ന് ആ വൈ കുറച്ച് കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും വോട്ട് ചെയ്ത് നമുക്ക് തൽക്കാലത്തേക്ക് എടുക്കാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. പക്ഷെ നമുക്ക് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ വൈ ഇതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ 100ൽ നിന്ന് നമ്മൾ ആ 100ൽ നിന്ന് നമുക്ക് ആ എക്സ് മൈനസ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? അവർ ചോദിച്ചിരിക്കുന്ന വൈ എന്നുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം 10% ആൾക്കാർ വോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കി 90 അല്ല വോട്ട് ചെയ്തത്. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന വൈ വോട്ട് ചെയ്യാത്തവരാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വോട്ട് ചെയ്തവരാ, വോട്ടഡ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആ 100ൽ നിന്ന് ഈ എക്സ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100% നിന്ന് X% കുറച്ചാൽ അവർ ചോദിച്ചിരിക്കുന്ന വൈ പെർസെന്റ് എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. അതാണ് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഇനി തന്നേക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ അവിടെ വിന്നറിന് കിട്ടിയ വോട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിന്നറിന് കിട്ടിയ വോട്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 59.375% ഓഫ് വാലിഡ് വോട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൂസറിന് കിട്ടിയത് എത്ര ആയിരിക്കും? ലൂസറിന് കിട്ടിയ ബാക്കി 40.625% ആയിരിക്കും ലൂസറിന് കിട്ടിയത്, മൊത്തം 100%. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചുമ്മാ ചെക്ക് ചെയ്യാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമുക്ക് അതെന്ന് പറഞ്ഞാൽ എത്ര വരും? 18.75% വരും. ആൻഡ് അതാണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത്, ഇൻ പെർസെൻറ്റേജ്. അതേ മാർജിൻ നമുക്ക് എവിടെയും തന്നിട്ടുണ്ട്, ഇൻ നമ്പറിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ആൻസർ എടുത്തൂടെ? നമുക്ക് നേരത്തെ എപ്പോഴും എടുക്കുന്ന കണക്കാണ്, എല്ലാം കൂടി ഒരു ലൈൻ എടുക്കാം. മൊത്തം വോട്ടേഴ്സ് 16,000. ഇതിൽ നിന്ന് വോട്ട് ചെയ്തവർ ഒരു X% ഇൻറ്റു നമുക്ക് അതിലും വാലിഡ് ആയിട്ടുള്ള വോട്ട് 90%. ഇനി ഈ വോട്ടിൽ മാർജിൻ നമുക്കറിയാം 18.75%. അതെന്ന് പറഞ്ഞാണ് എത്രയും തന്നേക്കുന്നത്? 2,484 നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് എക്സ് കിട്ടിയതിന് ശേഷം ആ 100ൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ വൈ കിട്ടും. സോ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു 2% ക്യാൻസൽ ചെയ്യാം. 2%, ഇവിടെ നിന്നൊരു 3 0, ഇവിടെ നിന്നൊരു 0 കൂടി ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് 8, 12, 16, 9, നമുക്കിത് 9 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2. അതിനുശേഷം 68 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 7 ടൈംസ് എന്ന് വരും. ആൻഡ് 68, 54 എന്ന് പറയുമ്പോൾ 6 എന്ന് വരും. ഇനി നമുക്ക് ഫെർദർ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ 16 × 18.75 ഉണ്ട്.
പിന്നെ പെർസെൻറ്റേജ് ഉണ്ട്, ആ പെർസെൻറ്റേജ് അപ്പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എച്ച് ഈക്വൽ ടു നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയാൽ 276 ഒരു പെർസെൻറ്റേജിൻ്റെ 2 0, സോ 100 ഡിവൈഡ് ബൈ നമുക്ക് താഴെയുള്ളത് 18.75 ഇൻറ്റു നിങ്ങൾക്ക് ആ 16 ബാക്കിയുണ്ട്. സോ ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇനി ഇത് ക്യാൻസൽ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് 25 വെച്ച് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 25 വെച്ച് നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 വരും. ഇത് 25 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 0.187 എന്ന് പറയുമ്പോൾ നമുക്കത് 7 വട്ടം പോവും. അതിനുശേഷം നമുക്കത് 80 175 85 125 എന്ന് പറയുമ്പോൾ 5 ടൈംസ് പോകും. അപ്പം 0.75 എന്ന് വരുന്നുണ്ട് നമുക്ക് അവിടുന്ന്. ഇനി നമ്മൾ ആ 4 നമ്മൾ ഈ 16 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരുന്നത് 4 വരും. 4 × 0.75 എന്ന് പറയുമ്പം നമുക്കത് 3 എന്ന് വരും. സോ 276/3 എന്ന് വരും. സോ അത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 92 എന്ന് വരും. സോ 92% ആൾക്കാരാണ് എന്ത് ചെയ്തത്, വോട്ട് ചെയ്തത്. ഈ എച്ച് എന്ന് പറയുന്ന 92%. അപ്പം വോട്ട് ചെയ്യാത്തവർ എത്ര ആയിരിക്കും? നമ്മളത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 ൽ നിന്ന് 92 മൈനസ് ചെയ്താൽ പോരെ. ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 8 എന്ന് വരും. സോ 8% ആണ് നമുക്ക് ഈ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 8% ആണ്. അത്രയും പെർസെൻറ്റേജ് ആണ് വോട്ട് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനോടെ നമ്മുടെ CGLന്റെ പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് CGL 2024 പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി അനലൈസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഏതിൽ നിന്നായിരുന്നു? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ ഇലക്ഷൻ ബേസ്ഡ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട് നമ്പേഴ്സ് ഓർമ്മയില്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ പറ്റും ഒരു 30 10 ക്വസ്റ്റ്യനെങ്കിലും ഇലക്ഷൻ ബേസ്ഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 33.33% നമ്മൾ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ ഇരിക്കുകയാണ്. സോ ആ പെർസെൻറ്റേജ് രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ 1/3 3/1 33.33% എങ്കിലും ഇലക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ്. പക്ഷേ അതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ മിസ്ലേനിയസ് ടൈപ്പും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞൊരു ഷോർട്ട് കട്ട് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇൻകം എക്സ്പെൻഡിച്ചർ കൂടുന്ന ക്വസ്റ്റ്യൻസ്, ഇൻകം കൂടുന്നതും നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നതും സേവിങ്സ് എത്ര പെർസെൻറ്റേജ് കൂടി എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടി നോക്കുവാണെങ്കിൽ മൊത്തം ഒരു എനിക്ക് തോന്നുന്നു 6 ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത് ഔട്ട് ഓഫ് 30. അതേപോലെ തന്നെ വെറും ഇൻകത്തിന്റെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ പറഞ്ഞ ആളുടെ ടോട്ടൽ സാലറി എത്ര, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം ഒരു 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ എന്തോ ആയിരുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. മൊത്തം ഔട്ട് ഓഫ് 30. നമുക്ക് മൊത്തം ഇൻകം എക്സ്പെൻഡിച്ചേഴ്സ് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമുക്കൊരു 10 തൊട്ട് 12 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ് ചോദിച്ചിരുന്നത്. 10 to 12 മൊത്തം ഇൻകം എക്സ്പെൻഡിച്ചർ ഒരുമിച്ച് പറയുവാണെങ്കിൽ. അപ്പോൾ ഏകദേശം നമുക്കൊരു 22 ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് മാത്രമാണ് ചോദിച്ചിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഏതൊക്കെ ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ എക്സാമിനേഷൻ ബേസ്ഡ്. പക്ഷേ എക്സാമിനേഷൻ ബേസ്ഡ് കഴിഞ്ഞ 2023 കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായാലും ഇവിടെ വന്നപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളായിരുന്നുള്ളൂ എന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മുടെ എക്സ്പെൻഡിച്ചർ പ്രൈസ് കൺസെപ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഐ തിങ്ക് ഒരു 2 to 3 ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുപോലെ പിന്നെ നമുക്ക് ചുമ്മാ കമ്പാരിസൺ നമ്മുടെ സക്സസീവ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതും ഒരു ഈ പറയുന്ന ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ജനറൽ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടി നമുക്കൊരു മിസ്ലേനിയസ് ആംഗിളിൽ എടുക്കാനേ പറ്റത്തുള്ളൂ. ഈ ഒരു മിസ്ലേനിയസ് ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അടുത്ത വർഷം CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതിനെയാണ്? ഇലക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ടും ഇല്ല ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഓർഡറിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ആൻഡ് മൂന്നാമത് നിങ്ങൾ പ്രൈസ് കൺസെപ്ഷൻ ആ ഒരു സംഭവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന സക്സസീവ് ഇതിൻ്റെ അകത്തെല്ലാം വരുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാം നമ്മൾ സക്സസീവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സക്സസീവ് നിങ്ങൾ ആസ് എ കൺസെപ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കുക. ബിക്കോസ് അത് കൺസെപ്റ്റ് വൈസ് നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതൊരു ക്വസ്റ്റ്യൻ ആംഗിളിൽ ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻ ആംഗിളിൽ നമുക്കത് ഒരുപാട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ്. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മുടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ബേസ്ഡ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒരു മിസ്ലേനിയസ് ആംഗിളിൽ മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെർസെൻറ്റേജ് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതിന് മുമ്പുള്ള സെഷൻസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സെഷൻസ് ഒക്കെ തന്നെ ഉറപ്പായിട്ടും പോയി കാണുക, അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു 30 ദിവസമാണ് ചോദിച്ചത്, 30 ദിവസം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എക്സാം ആകുമ്പോഴത്തേന് പറ്റുവാണെങ്കിൽ ഇതിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് 1.5ലോ 2ലോ ഇട്ടിട്ട് അത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാം ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ക്വസ്റ്റൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ അവിടെയൊക്കെ വലിയ ഡിഫിക്കൽട്ട് കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കാൽക്കുലേഷൻസ് കുറച്ചധികം റഫ് ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം 13, 17, 19 ഇതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറെ കൂടി വലിയ പ്രൈം നമ്പേഴ്സിനൊക്കെ മൾട്ടിപ്ലിക്കേഷനൊക്കെയും കുറച്ചുകൂടി വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളതൊക്കെ കുറച്ചുകൂടി ഒന്ന് നോക്കി നോക്കുക. ടേബിൾ നല്ലപോലെ നോക്കി നോക്കുക. ടേബിൾ എല്ലാ ടേബിളിന്റെയും 15 വരെ പഠിച്ചു വെക്കുക നല്ലപോലെ. എന്നിട്ട് പതുക്കെ അതിനെ 20 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുക. എസ്പെഷ്യലി നമ്മുടെ 11, 13, 14, 12, 17, 16, 17, 18, 19 ഇതൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയത്, നമ്മൾ മിക്കവാറും റേഷ്യോ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ ചെയ്തു പോകാം. ഓർ ഈവൻ പാരലായിട്ട് ചെയ്യണമെങ്കിൽ പാരലായിട്ട് വേണമെങ്കിലും ചെയ്തു പോകാം. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മൾ താഴെ കമന്റ്സിൽ നിങ്ങൾ പറയുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും പഠിക്കാൻ കിട്ടിയെങ്കിൽ, ചെറിയൊരു കാര്യങ്ങളിലും പഠിക്കാൻ കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് സെഷൻ ലൈക്ക് ചെയ്യുക, അത് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ്സ് വഴി അത് ഞാനുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കത് ചെയ്യാൻ കുറെ കൂടി മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ടെലിഗ്രാം, വാട്സാപ്പ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽസ് ഫോളോ ചെയ്യുക. ഈ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ വിട്ടുപോകാതിരിക്കാനും. ഓക്കെ, അപ്പോൾ അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. ഇനി മുമ്പിലുള്ള ഇതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുമ്പുള്ള സെഷൻസ് ഒക്കെ തന്നെ ചാനലുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് അതെല്ലാം അവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഇനി മിക്കവാറും റേഷ്യോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണം, അല്ലെങ്കിൽ പാരലായിട്ട് വേണോ, അല്ലെങ്കിൽ അഡ്വാൻസ് മാത്സും ഇതും എല്ലാം കൂടി പാരലായിട്ട് കൊണ്ടുപോകണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. ഞാൻ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ മുമ്പിലോട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക വരുന്ന സീസണിന് വേണ്ടി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.